മുഖ്യമന്ത്രി വി ഡി സതീശനടക്കം 21 UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായാണ് വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തത്. ഗവർണറുടെ ചായസൽക്കാരത്തിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ലോക് ഭവനിൽ എത്തിയിരിക്കുന്നു. ഇതിനുശേഷം വി ഡി സതീശൻ സെക്രട്ടേറിയറ്റിലേക്ക് എത്തി ചുമതല ഏറ്റെടുക്കും. മന്ത്രിസഭയുടെ രണ്ടാമൻ എന്ന് പറയുന്നത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന രമേശ് ചെന്നിത്തലയെ മൂന്നാമനാക്കി മാറ്റി നിർത്തിക്കൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം വി ഡി സതീശൻ സർക്കാരിൽ കാണാൻ കഴിയുന്നത്. മുസ്ലിം ലീഗും അത്തരത്തിൽ കരുക്കൾ നീക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. മനോജ് ചേരുന്നുണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിന്നും. മനോജ്, ഞാൻ നേരത്തെ പറഞ്ഞു നിന്നത് ഖജനാവ് കാലിയാണ്. ആ കാലി ഖജനാവ് വെച്ചുകൊണ്ടാണ് വലിയ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ വെച്ചത്. ഇപ്പോൾ അത് നടപ്പാക്കാൻ പണം എവിടെ നിന്ന് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. മനോജ്, തീർച്ചയായും ചായ സൽക്കാരത്തിന് ശേഷം വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇങ്ങോട്ടേക്ക് എത്തുവാനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. എന്തായാലും നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഖജനാവിനെ കുറിച്ച് പറയുമ്പോൾ ആ കാലിയായ ഖജനാവ് എന്നുള്ള ഒരു വാക്യം അത് പല മന്ത്രിമാരും, അതായത് ഈ കോൺഗ്രസിൻ്റെ പല നേതാക്കളും ആദ്യഘട്ടം മുതൽ പറയുന്നതാണ്. പക്ഷേ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ അത് ജനങ്ങളെ വിശ്വസിപ്പിക്കേണ്ട രീതിയിൽ അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി എന്നുള്ളതാണ്. പക്ഷേ അത് നടപ്പാക്കാനുള്ള ഇനിയുള്ള വർഷങ്ങളിലെ ആ പ്രവർത്തനം അത് എത്തരത്തിലാകുമെന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഈ KSRTCയുടെ സംഭവം ഉൾപ്പെടെ തന്നെ ഇപ്പോൾ മുന്നിലുണ്ട്. അത് പിങ്ക് ബസ്സുകളിലേക്ക് മാത്രം ഒതുങ്ങുമോ അല്ലെങ്കിൽ മറ്റ് തരത്തിലേക്ക് അത് കൊണ്ടുപോകാനാകുമോ എന്നുള്ളതാണ്. സാധാരണയായി നഷ്ടത്തിൽ പോകുന്ന ഒരു സംവിധാനമായിരുന്നു KSRTC. അതായത് നേരത്തെ തന്നെ ഏറെ നഷ്ടമുണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നില്ല, സ്വകാര്യവൽക്കരിക്കുക എന്നുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ആ ഒരു നഷ്ടം നികത്താൻ ഇത്തരത്തിൽ യാത്രക്കാർക്ക് വേണ്ടി സൗജന്യമായി കൊടുക്കാമെന്നൊക്കെ പറയുമ്പോൾ, അതായത് ആ നഷ്ടം നികത്തണമെങ്കിൽ വരുമാനം വന്നേ പറ്റുകയുള്ളൂ. പക്ഷേ സ്ത്രീകൾക്ക് സൗജന്യമായി കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബസ്സിനെ ആശ്രയിക്കുന്ന വിഭാഗം സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സൗജന്യമായി യാത്ര കൊടുക്കുമ്പോൾ അത്തരത്തിലുള്ള വരുമാനം KSRTCക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ സംവിധാനം വീണ്ടും അങ്ങനെ തന്നെ ആകും. അതായത് ഒരു വരുമാനവും ഇല്ലാതെ നഷ്ടത്തിലേക്ക് പോകുമെന്നുള്ളതിൽ മാറ്റമില്ല. പക്ഷേ എന്ത് കണ്ടാണ് ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകിയത്, അല്ലെങ്കിൽ അത് പാലിക്കപ്പെടാതെ പോകുമോ എന്നുള്ള ആശങ്കയാണ് ജനങ്ങൾക്കുള്ളത്. അതേസമയം തന്നെ മറ്റൊരു കാര്യം നേരത്തെ നീലിമ സൂചിപ്പിച്ചിരുന്നു. ഇന്ന് മന്ത്രിസഭയിലെ രണ്ടാമനായി സത്യപ്രതിജ്ഞ ചെയ്തത് PK കുഞ്ഞാലിക്കുട്ടി. ആരാണ് PK കുഞ്ഞാലിക്കുട്ടി എന്നും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല എന്തുകൊണ്ട് മൂന്നാമതായി എന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏത് തരത്തിലുള്ള സമ്മർദ്ദമാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർണ്ണയിക്കാനുള്ള, തീരുമാനിക്കുവാനുള്ള ഒരു കാര്യമെന്നും അതും അന്ന് ഈ മുഖ്യമന്ത്രി ചർച്ച അങ്ങനെ അതിൻ്റെ വലിയ രീതിയിലുള്ള ചർച്ച തുടർന്നുകൊണ്ടിരിക്കവേ തന്നെ ഈ സമ്മർദ്ദം അത് കേന്ദ്ര നേതൃത്വത്തിന് നേരെ, അതായത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് നേരെ ഈ ഒരു സമ്മർദ്ദം വെക്കേണ്ട രീതിയിലേക്ക് ലീഗ് അത്രയധികം ഒരു പ്രാതിനിധ്യം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവസാനം KCയുമില്ല RCയുമില്ല VD എന്നുള്ള രീതിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയത്. എന്തായാലും മനോജിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ സെക്രട്ടേറിയറ്റിനകത്ത് നിന്നും വീണ ചേരുന്നുണ്ട്. വീണ, സെക്രട്ടേറിയറ്റിന്റെ ഇടനാഴികളൊക്കെ കാത്തിരിക്കുകയാണ് പുതിയ മന്ത്രിമാർക്കായി, പുതിയ ഭരണസാരഥ്യത്തിനായി കാതോർത്തിരിക്കുകയാണ്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ള ആകാംക്ഷയിലാണ് മലയാളികൾ ഉള്ളത്. ആദ്യ ക്യാബിനറ്റ് യോഗം അല്പസമയത്തിനകം തന്നെ നടക്കാൻ പോകുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? നീലിമ, കൃത്യമായി പറഞ്ഞാൽ 10 വർഷങ്ങൾക്ക് ശേഷമാണ് സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ബ്ലോക്കിലെ ഈ ഒരു നോർത്ത് ബിൽഡിംഗിൽ മാധ്യമപ്രവർത്തകരും ഒപ്പം തന്നെ നിരവധി പാർട്ടി പ്രവർത്തകരും ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇവിടെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണകാലത്ത് ഇവിടെ പ്രവേശനമില്ലായിരുന്നു. ഈ ഒരു ബ്ലോക്കിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. എനിക്ക് പിന്നിലായി എനിക്ക് കാണാൻ കഴിയുന്നത് വലിയ തിരക്കാണ്. ഉദ്യോഗസ്ഥരുടെയും ഒപ്പം തന്നെ പ്രവർത്തകരുടെയും വലിയൊരു തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഔദ്യോഗികമായി സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അധികാരമേൽക്കാനെത്തുന്ന മുഖ്യമന്ത്രിയെ വി ഡി
ഡി സതീശനെ സ്വീകരിക്കുവാൻ പൂച്ചെണ്ടുകളുമായി കാത്തുനിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാണുള്ളത്. അല്പസമയങ്ങൾക്കകം തന്നെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുറത്തും ഇതുപോലെ തന്നെ തടിച്ചുകൂടി നിൽക്കുന്ന പ്രവർത്തകരെയാണ് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം ഏത് നിമിഷവും ഇങ്ങോട്ടേക്ക് എത്തും. അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ കാത്തു നിൽക്കുകയാണ്. പുതിയ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന പ്രവർത്തകരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കും. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക മുറിയിലെത്തി ആ കസേരയിലിരുന്ന് ഒപ്പിടുന്നതോടുകൂടി ആ ചുമതല ഏറ്റെടുക്കും. തുടർന്ന് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആദ്യ മന്ത്രിസഭാ യോഗം നടക്കും. കേരള ജനത ഏറെ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരു മന്ത്രിസഭാ യോഗമാണ് നടക്കുന്നത്. 5 ഗ്യാരണ്ടികൾ പ്രകടന പത്രികയിൽ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ആ 5 ഗ്യാരണ്ടികളുടെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരിക്കുന്നത്. അതിൽ 5 ഗ്യാരണ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം എടുത്തു പറയാനുള്ളത് സ്ത്രീകൾക്ക് KSRTC ബസ്സിലുള്ള സൗജന്യ യാത്ര, അതുപോലെ തന്നെ കുറഞ്ഞ നിരക്കിൽ ഇന്ദിരാ ക്യാൻറ്റീൻ നടപ്പാക്കുമെന്നുള്ള പ്രഖ്യാപനം, ഒപ്പം തന്നെ ആശാ വർക്കർമാരുടെ വേതന വർധനവ്, ഒപ്പം തന്നെ ബിരുദ വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ അടക്കമുള്ള പ്രഖ്യാപനങ്ങളാണ്, ഈ ഒരു വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന. അക്കാര്യങ്ങളെക്കുറിച്ചുള്ള ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് അറിയാനുള്ള കാര്യം. ഒപ്പം തന്നെ മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം, ഈ UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുമ്പിലുള്ള ഒരു പ്രതിസന്ധി കാലിയായ ഖജനാവാണ്. ആ കാലിയായ ഖജനാവ് കണ്ടുകൊണ്ട് മാത്രം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ജനകീയ പദ്ധതികൾ, അതും ഒറ്റയടിക്ക് ഒരു പ്രഖ്യാപനം കാണുമോ, ഘട്ടം ഘട്ടമായി ആയിരിക്കുമോ സർക്കാർ അതിനുള്ളൊരു പ്രഥമ പരിഗണനയായി നൽകുന്നത്, ഏത് പദ്ധതിക്കായിരിക്കും, അത് എങ്ങനെയായിരിക്കും നടപ്പാക്കുക, മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടായിരിക്കുമോ എന്നുള്ളത് അറിയാനാണ്. അത്തരത്തിലുള്ള ആകാംക്ഷ നിറഞ്ഞ മുഹൂർത്തങ്ങൾക്കാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കും തന്നെ വി.ഡി. സതീശനും മറ്റ് മന്ത്രിമാരും ഇങ്ങോട്ടേക്ക് എത്തും. അതാത് മന്ത്രിമാർ അവരുടെ ഓഫീസുകളിലെത്തി അതുമായി ബന്ധപ്പെട്ടുള്ള ചുമതല ഏറ്റെടുത്തതിന് ശേഷമായിരിക്കും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സെക്രട്ടേറിയറ്റിലെ ഈ നോർത്ത് ബ്ലോക്കിലെ നോർത്ത് ബിൽഡിംഗിൽ മുഖ്യമന്ത്രിയെ ചുമതല ഏറ്റെടുത്തുന്ന UDFന്റെ 10 വർഷത്തിന് ശേഷം എത്തുന്ന UDF മുഖ്യമന്ത്രിക്കായിട്ടുള്ള കാത്തിരിപ്പാണ്. കാത്തു നിൽക്കുന്ന പ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്തുന്ന ഓഫീസിലേക്ക് ആദ്യമായി എത്തുന്ന, സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ആദ്യമായി എത്തുന്ന വി.ഡി. സതീശന് പൂക്കൾ നൽകിക്കൊണ്ട് സ്വീകരണം നൽകുവാൻ കാത്തു നിൽക്കുന്ന നിരവധി പേരുണ്ട്. ഒപ്പം തന്നെ പ്രവർത്തകരടക്കം സെക്രട്ടേറിയറ്റിന്റെ വളപ്പിൽ UDF സർക്കാരിന്റെ ഈ സെക്രട്ടേറിയറ്റിൽ എത്തി അധികാരമേൽക്കുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തി നിൽക്കുന്നവരുണ്ട്. കർശന സുരക്ഷയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ കണ്ടതുപോലെ തന്നെ വലിയൊരു തിരക്ക് തന്നെയാണ് നമുക്ക് ഈ ഭാഗങ്ങളിലും കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പിരിഞ്ഞുപോയ പ്രവർത്തകരുണ്ടെങ്കിൽ പോലും സെക്രട്ടേറിയറ്റിലെ വളപ്പിൽ ഇപ്പോഴും തടിച്ചുകൂടി നിൽക്കുന്ന, തങ്ങി നിൽക്കുന്ന പ്രവർത്തകരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവരുടെ വാഹന വ്യൂഹത്തിലേക്ക് അടുത്തേക്ക് തള്ളിക്കയറുന്ന പ്രവർത്തകരെയാണ് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇവിടെ എത്തി, ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തതിന് ശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരിക്കും അദ്ദേഹം പറയുക, മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ വാർത്താ സമ്മേളനം അതെന്തായിരിക്കും എന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷാഭരിതമായ മുഹൂർത്തത്തിലൂടെയാണ് ഈ സെക്രട്ടേറിയറ്റ് പരിസരവും തലസ്ഥാന നഗരിയും കേരളവും ഒക്കെ കടന്നുപോകുന്നത്. നീലിമ, വീണ തുടരുക. അപ്പോൾ ഖദർധാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിന്റെ ഇടനാഴികൾ. മുഖ്യമന്ത്രി വി.ഡി. സതീശനും അതുപോലെ 20 മന്ത്രിമാർക്കും സ്വാഗതം അരുളാനായി അവിടെ കോൺഗ്രസ് പ്രവർത്തകരടക്കം കാത്തുനിൽക്കുന്ന കാഴ്ചയാണ് വീണ പങ്കുവച്ചത്.